യോഗ രീതികളെക്കുറിച്ചും പരിശീലന രീതികളെക്കുറിച്ചും കൂടുതൽ അവബോധമുണ്ടാക്കാനായി എടത്തറ ശരണധ യോഗ വിദ്യാലയം യോഗ സപ്താഹം സംഘടിപ്പിക്കും. നവമാധ്യമങ്ങളെ ആശ്രയിച്ച് യോഗ പഠിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നതെന്ന് യോഗാചാര്യൻ കെ വിജയകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മളെല്ലാവരും നോക്കുന്ന സമയത്ത് നിരവധി യോഗ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് സെൻറ്റേഴ്സ് ഉണ്ട്, ആധികാരികമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്ത നിരവധി ആചാര്യന്മാർ പല ഭാഗത്തുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ വഴിയൊക്കെ യോഗ പഠിക്കാനാണ് കൂടുതൽ ആൾക്കാർ സമയക്കുറവുകൊണ്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഫിസിക്കലായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ വരുന്നത്. ഒന്ന് യോഗാസനങ്ങൾ എന്നുള്ളതും രണ്ട് പ്രാണായാമം എന്നുള്ളതും. ഇപ്പോൾ യോഗാസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫിസിക്കൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടതും, പ്രാണായാമം എന്ന് പറയുന്ന സമയത്ത് ഈ ശരീരത്തിൻ്റെ ചലനത്തിന് ആവശ്യമായിട്ടുള്ള നമുക്ക് ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണനാണല്ലോ, ആ പ്രാണൻ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രാണനെ നിയന്ത്രിക്കാവുന്ന ചില അഭ്യാസങ്ങളാണ് പ്രാണായാമം. ഈ രണ്ട് കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പക്ഷേ യോഗ എന്ന് പറയുമ്പോൾ ഒരാൾ ആസനമോ പ്രാണായാമോ ഒക്കെ അഭ്യസിക്കണമെങ്കിൽ ബേസിക്കലി യമനിയമം എന്ന് പറയുന്നൊരു തത്വമുണ്ട്. അതായത് 5-5-10 കാര്യങ്ങളാണ്. അത് സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഈ 10 കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അയാൾ ആസനങ്ങൾ ചെയ്യുകയും ആസനങ്ങളുടെ അഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം ശരീരത്തിനെ പാകപ്പെടുത്തി പിന്നെ പ്രാണനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുക, ഞാനെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക, നല്ല രീതിയിലുള്ള ധ്യാനാവസ്ഥയിലേക്ക് എത്തുക, അവസാന സമാധി. ഇങ്ങനെ 8 പടികളായിട്ടാണ് ഈ വിദ്യ കിടക്കുന്നത്. ശരീരത്തെയും പ്രാണനെയും ഉത്തേജിപ്പിച്ച് ശക്തിയോടെ നിലനിർത്തുന്നതാണ് ഷഡ് ദർശനങ്ങളിലൊന്നായ യോഗ. യോഗയുടെ ഉയർന്ന തലങ്ങളെ അടുത്തറിയുക എന്ന ഉദ്ദേശത്തോടെയാണ് ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ മേലാമുറി പള്ളിപ്പുറം ഗ്രാമത്തിൽ യോഗ സപ്താഹം സംഘടിപ്പിക്കുന്നത്. പ്രാണായാമ, ധ്യാന പരിശീലനം, യോഗ ദർശനം, ഭഗവത്ഗീത വിഷയങ്ങളിൽ ജ്ഞാനം നേടാനും പ്രായോഗിക പരിശീലനം നേടാനും യോഗ സപ്താഹം ഉപകരിക്കുമെന്നും വിജയകുമാർ പറഞ്ഞു. യോഗ പരിശീലകരായ ലതാ നാരായണൻ, എം ഉദയകുമാർ, പി വി സുജ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.